സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോലെ അപ്പോൾ ഓണത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതിനാണ്. കുറച്ച് പൂവും കായും ഇലകളൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്ക് ഡ്രോപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എങ്ങനെയാണ് ഡെക്കോർ ചെയ്യുന്നത്, ഡെക്കോറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്നൊക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കണ്ടോ, എൻ്റെ ഡെക്കോറിൻ്റെയും അങ്ങനെ പല പല സാധനങ്ങളും ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ക്രിസ്മസ് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പൂവിൻ്റെ ഹാങ്ങിങ്സ് ഒക്കെ കാണത്തില്ല, അതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ LEDs ഒക്കെയുള്ള ഓരോ ഇതുപോലെ ഇപ്പം എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടുമ്പോൾ ഇതുപോലെ ഓരോ പെട്ടികൾ കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പേരെഴുതി വെക്കും. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇവിടെ എൻ്റെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിലാണ് എൻ്റെ ബാക്കി LEDകളും പിന്നെ പൂക്കളുടെ ഹാങ്ങിങ്സ് ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഒരു ഫെസ്റ്റീവ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി മിനിമൽ ഡെക്കറേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിയതാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ മണി പ്ലാന്റ് ആണ്, പ്ലാസ്റ്റിക്കിൻ്റെ. നമ്മൾ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അടിപൊളി ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഇലയൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, നല്ല അടിപൊളി വലിപ്പമുണ്ട് ഇതിന്. നല്ല ഗ്രീൻ കളർ, നല്ല ക്വാളിറ്റിയാണ് ഇലയ്ക്ക്. അതുപോലെ തന്നെ ഇതിന് ഏകദേശം ഒരു 8 ഫീറ്റ് നീളമുണ്ട്. ഇത് എനിക്ക് ഒരു പാക്കറ്റിൽ ഒരു 6 വെച്ചിട്ടാണ് കിട്ടിയത്. നല്ല അടിപൊളിയാണ്. 8 ഫീറ്റ് നീളവും ഉണ്ട്, 6 പാക്കറ്റും ഉണ്ട്. ആവശ്യമുള്ളവർ വാങ്ങിച്ചു നോക്കുക. ഇതിന് ഏകദേശം 130 രൂപയാണ് 6 പീസിനായിട്ട് ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെയുള്ള ഞാൻ കുറച്ച് ഫ്ലവേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. ഇതും മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലായിടത്തും വാങ്ങാനായിട്ട് കിട്ടും. അപ്പം എൻ്റെ എൻ്റെ വാളിൽ ഞാൻ ഇതുപോലെ വൈറ്റ് ബ്രിക്കിൻ്റെ ഒരു വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ വാൾപേപ്പറും ഞാൻ സെയിം മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇത് നല്ലതുപോലെ ഒട്ടിക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയെങ്കിലുമൊക്കെ തോന്നിയതുപോലെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ നല്ലതുപോലെ ഒട്ടിക്കുകയാണെങ്കിൽ അടിപൊളി ഒരു കോസി ലുക്കായിരിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാൾപേപ്പറിൻ്റെ ബാക്ക് വശത്ത് സ്റ്റിക്കറുണ്ട്, അത് നമ്മൾ വലിച്ചിളക്കണം. നല്ല ഭയങ്കരമായിട്ട് ഒട്ടുന്ന പശ ഇതിലുണ്ട്. അത് നമ്മൾ ഭിത്തിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കൊള്ളും, കാരണം അത്രയ്ക്ക് നല്ല പശയാണ് അതിനകത്തുള്ളത്. അപ്പം ഇതും ആർക്കെങ്കിലും ഹോം ഡെക്കോറൊക്കെ ചെയ്യണമെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. ഞാനിവിടെ ഫോൺ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്ത് എത്ര നീളത്തിലാണ് നമ്മുടെ ഈ ഹാങ്ങിങ്സ് ഒക്കെ തൂക്കേണ്ടതെന്നൊക്കെ ഒന്ന് ഞാൻ വെച്ച് നോക്കുകയാണ്. അതായത് എൻ്റെ ഹൈറ്റിൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പം എവിടം വരെ വരും, ഹാങ്ങിങ്സ് എത്ര തൂക്കണം എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് പിന്നെ ഞാനിത് തൂക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇല ഭയങ്കര അടിപൊളിയാണ്. ഇത് നമുക്ക് മീഷോ, ഫ്ലിപ്കാർട്ട്, അതുപോലെ ആമസോൺ എല്ലായിടത്തും കിട്ടും. പക്ഷേ മീഷോയിൽ നമുക്ക് കുറച്ച് വിലക്കുറവ് കിട്ടും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത്, ഇതൊക്കെ എൻ്റെ തോന്നിവാസങ്ങളാണ്, കാണാത്തതുപോലെ നടിക്കണം. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ ഇത് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ആദ്യം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, സാധാരണ ഒരു ടേപ്പ് വെച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പൊക്കെ കിട്ടുമല്ലോ, ആ ഒരു ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിക്കാനായിട്ട് നോക്കി. പക്ഷേ അത് ആദ്യം ഒട്ടി, പിന്നെ അതെന്താണെന്ന് വെച്ചാൽ അത് ഊരി താഴോട്ട് വീഴുമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഡബിൾ സൈഡഡ് ടേപ്പ് ഉണ്ട്. ഡബിൾ സൈഡഡ് ടേപ്പ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നമ്മൾ ഈ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമ്മളിപ്പോൾ ഈ ബലൂൺസ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡഡ് ഇത് നമുക്ക് ടേപ്പ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പം അത് വാങ്ങിച്ച് ഒട്ടിച്ചാൽ മതി. നല്ല ചൂടായിരുന്നു. ഇന്നലെ കാര്യമായിട്ട് ഭയങ്കര മഴ പെയ്തു. എന്താണെന്ന് അറിയാം, ഇന്നലെ ഞാൻ മഴ നനഞ്ഞു. ഇന്നലെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഭയങ്കര മഴ എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ വെറുതെ ചൂടെടുത്ത് ടെറസിലോട്ട് പോയതാണ്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്നി നിന്ന മഴ ഭയങ്കരമായിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന മഴ ഒപ്പം നനഞ്ഞു. ഇന്നെനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, മിക്കവാറും പനിയാവുമെന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം എനിക്ക് പനി വന്നിട്ട് കുറേ നാളായി. അപ്പോൾ എന്നാലും ഇപ്രാവശ്യം ഇന്ന് എനിക്ക് പനി പിടിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പനി പിടിച്ചില്ല, എനിക്ക് പനി പിടിച്ചില്ല മക്കളെ. ഓക്കെ, ഞാനപ്പോൾ ഈ ഫ്ലവർ ഹാങ്ങിങ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇത് ഞാനാണെങ്കിൽ ഒരു പാക്കിൽ 5 എണ്ണമായിട്ട് കിട്ടുന്നതാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിനൊരു 5 ഫീറ്റ് നീളം വരും. 138 രൂപയാണ് ഇതിന്. ഇതും മീഷോയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിത് മീഷോയിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ വാങ്ങിയെന്ന് അറിഞ്ഞൂടോ, പക്ഷേ മീഷോയിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഞാൻ ഈ ഒട്ടിച്ചിരിക്കുന്ന വാൾപേപ്പർ ഉണ്ട്, അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിന് ഒരു പാക്കിൽ അതും 5 പീസസ് ആയിട്ട് വരും. കുറച്ച് വലിയ പീസായിട്ടാണ് വരുന്നത്. അതിന് 480 രൂപയാണ് 5 പീസിന്. അപ്പം അതും അടിപൊളിയാണ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ വാങ്ങിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഹാങ്ങിങ്സൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇടയ്ക്കാണെങ്കിൽ കറണ്ട് പോയി. അപ്പോൾ കറണ്ട് പോയപ്പോഴുള്ള എൻ്റെ ചെറിയ കലാപരിപാടികളാണ് ഇത്. കറണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ കറണ്ട് വരാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ജോലി തുടർന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ നേരം കറണ്ട് പോയി. ഇത്രയും നേരം സാധാരണ പോകാത്തതാണ്. പക്ഷേ ഇന്നെന്താണെന്ന് പറഞ്ഞാൽ കുറേ നേരം പോയി. അപ്പം ഞാൻ എൻ്റെ ബാക്കി പണിയും കൂടെ ഫിനിഷ് ചെയ്യുകയാണ്. ഫ്ലവർ ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് ഈ ഒരു മണി പ്ലാന്റ് ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിൽ 2 സൈഡിലുമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യം ഒരു പിങ്ക്, പിന്നെ യെല്ലോ, പിങ്ക്, യെല്ലോ അങ്ങനെയാണ് ഫ്ലവർ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ 2 സൈഡിലും ഇങ്ങനെ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. റെഡൊക്കെ എന്ത് ചെയ്യണം, അധികം ഞാൻ കൊളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഇടായിരുന്നു. ഏകദേശം ഇതായിരിക്കും. പിന്നെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, ഇതിനെ ഇങ്ങനെ ഒരു അത്തപ്പൂക്കളം മാതിരി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ ഭംഗിയാണ്. വൈബ് വരുന്നില്ല അല്ലേ?
ഞാൻ ഇതെങ്ങനെ ഒട്ടിച്ചേക്കുന്നതെന്ന് അറിയാം. ആദ്യം ഞാൻ ഇതുപോലെയുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടേപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് അവിടെ ഈ വൈറ്റ് വാൾപേപ്പറിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വാങ്ങാനായിട്ട് കിട്ടും, ഡബിൾ സൈഡഡ് ആയിട്ടുള്ളത്. എന്നിട്ട് അത് ഞാൻ ഒട്ടിച്ച് വെക്കും. അല്ലെങ്കിൽ ഈ ഡബിൾ സൈഡഡ് ഇതിൽ ഒട്ടിക്കുകയാണെങ്കിൽ വാൾപേപ്പർ പന്നലായിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ട്രാൻസ്പെറൻറ്റ് ഇത് ഒട്ടിച്ചിട്ട് പിന്നെ ഞാനിത് ഒട്ടിച്ചത്. ഒരു ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതിൻ്റെ അത് ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാൻ. ഇതാണ് എവിടെയെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ ഞാൻ അപ്പം ഞെട്ടിത്തരിച്ച് വിദ്രമിച്ചു പോകും. ഡബിൾ സൈഡ് ടേപ്പ്. കൊള്ളാമല്ലേ? കൊള്ളാമോ? കൊള്ളാം. കൊള്ളാമല്ലേ? ഇതാണ് എൻ്റെ ബാക്ക് ഡ്രോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഞാൻ ഓണത്തിൻ്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്ന അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ഓവറല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഓൺ വോയിസ് വരാത്തത്. കാരണം ഇവിടെ വെളിയിൽ റോഡായതുകൊണ്ട് ഭയങ്കരമായിട്ട് നോയ്സ് വരും. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. എനിക്ക് ആക്ച്വലി ഓൺ വോയിസിൽ ഒന്ന് സംസാരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പറ്റത്തില്ല, കാരണം ഇവിടുത്തെ ആ കടയിലുള്ളവരുടെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ആകെ ദേഷ്യം വരും. പക്ഷേ എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ബാക്ക്ഡ്രോപ്പ് റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഷൂട്ടും ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. ഇരുന്നും നിന്നും ഒക്കെ ഞാൻ ഇവിടെ ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊള്ളാമെങ്കിൽ ഒന്ന് പറയണേ, ഓവറായിട്ടുണ്ടെങ്കിൽ അതും പറയണേ. പക്ഷെ സാരമില്ല. ഇത് പിന്നെ ഈ സൈഡിലൊക്കെ വരുന്ന ആ ഒരു സ്പേസ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഷൂട്ട് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആ സൈഡൊക്കെ കവർ ആയിക്കോളും. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, കുഞ്ഞു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. तेरे इश्क पे
ഇങ്ങനെ ഒരു ഓണം ഹെയർ സ്റ്റൈൽ ലുക്കായാൽ പൊളിക്കുമല്ലേ? കൊള്ളാം കേട്ടോ. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ മുല്ലപ്പൂ ഒക്കെ ഏപ്രിൽ മാസത്തിലൊക്കെ മുല്ലപ്പൂ പൂക്കുന്ന ഭയങ്കര സമയം. അപ്പോൾ വീട്ടിൽ നിറച്ച് മുല്ലപ്പൂവാണ്. അപ്പം മുല്ലപ്പൂ ഇങ്ങനെ കോർത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റാ പോലെ വെക്കും. റാ എന്ന് പറയുന്നത് ഹെയർ ബാൻഡിനാണ്. റാ എന്ന് പറയുന്നത് റാ പോലെ ഇങ്ങനെ വെച്ചിട്ട് കുണുങ്ങി ഒരു പോക്കുണ്ട്. കൊള്ളാട്ടോ, എനിക്കിഷ്ടമായി.